ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സൂം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ്. നമ്മളെല്ലാവരും തന്നെ പലതരം ഓൺലൈൻ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ സൂം ആപ്ലിക്കേഷൻ വഴി അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ സൂമിൻ്റെത് അപ്ഡേറ്റഡ് വെർഷൻ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ആ ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റായി പോകാൻ പ്രസൻറ്റ് ചെയ്യുന്ന ആളുടെ ഓഡിയോ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റാത്ത ഇരിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ വീഡിയോയിൽ ലാഗ് വരിക, പിന്നെ ഷെയർ ചെയ്യുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. അതുപോലെ മീറ്റിംഗ് റൂമിൽ ചിലപ്പോൾ അവർ ബ്രേക്ക് ഔട്ട് റൂം സെറ്റ് ചെയ്യും. അപ്പം ബ്രേക്ക് ഔട്ട് റൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ സൂം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഏതെങ്കിലും ക്ലാസ്സിൻ്റെ ലിങ്കുകൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററീൻ്റെ യൂസേജ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് വെർഷൻ സൂം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഈ സൂം അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 കണ്ടോ, ഇത് നമ്മുടെ ഫോണിൻ്റെ മെനു ആണ്. അപ്പോൾ നമ്മളെ ഫോണിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതാ ഫോൺ ചെയ്യുന്നത്, ഫോൺ പേ, ഫോട്ടോസ്, കണ്ടില്ലേ, ഇതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ റൗണ്ട് ചെയ്ത് കണ്ടില്ലേ, ഈ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലായിരിക്കും നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ടാവുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും അടുത്തുള്ള മാർക്കറ്റിൽ ഏതെങ്കിലും സ്റ്റോറിലേക്ക് പോയിട്ട് അവിടെ പോയി വാങ്ങും. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ കേസിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസും നമ്മൾ വാങ്ങുന്നത് പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷന് ഉള്ളിൽ നിന്നായിരിക്കും. ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ഇതാ ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ എന്താ സാംസങ്, MI, പോക്കോ ഇതുപോലത്തെ ഫോണുകളാണെങ്കിൽ ഇതാ ഇതുപോലെ പ്ലേ സ്റ്റോർ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് കാണിക്കുന്ന ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പ് 2 കണ്ടോ, ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു സംഭവം കാണാൻ പറ്റും, സെർച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. സൂം എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുള്ളത് അപ്ഡേറ്റഡ് വെർഷൻ ആണോ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വെർഷൻ അല്ലേ എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെപ്പ് 3 കണ്ടോ, സെർച്ച് ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കോളം ഉണ്ടാവും. നിങ്ങൾ ആ സെർച്ചിൻ്റെ അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സൂം എന്ന് ടൈപ്പ് ചെയ്യണം, ZOOM എന്ന്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കണ്ടില്ലേ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം താഴെ ഭാഗത്തായിട്ട് എനിക്ക് ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, സൂം വർക്ക് പ്ലേസ്, ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിങ്ങനെ കാണിക്കുമ്പം ഈ സൂം വർക്ക് പ്ലേസ് എന്ന് കാണിക്കുന്ന ഇതല്ലേ, ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പം സ്റ്റെപ്പ് 5 കണ്ടോ, സൂം വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ സൂം എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് കണ്ടോ. അതിൽ സൂം വർക്ക് പ്ലേസ്, ഇവിടെ അൺഇൻസ്റ്റാൾ, ഇവിടെ അപ്ഡേറ്റ് കണ്ടോ. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ അപ്ഡേറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവണം നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ചെയ്യാത്ത വെർഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ടച്ച് ചെയ്യണം. ഇനി ചില ആളുകൾ ഓപ്പൺ ചെയ്യുമ്പം അവരുടെ ഫോണിൽ ഈ അപ്ഡേറ്റ് എന്ന് കാണിക്കില്ല, അതിന് പകരം ഇതുപോലെ ഓപ്പൺ എന്നായിരിക്കും കാണിക്കുക. ഈ ഓപ്പൺ എന്ന് കാണിക്കുകയാണെങ്കിൽ അവരുടെ ഫോണിൽ പുതിയ വെർഷനാണ് ഉള്ളത്. പുതിയ വെർഷൻ ഉള്ളതാണെങ്കിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളവിടെ സെർച്ച് ചെയ്ത് ഇതിൽ കയറി കഴിഞ്ഞ് സൂം വർക്ക് പ്ലേസ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പഴയ വെർഷനാണുള്ളത്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഈ അപ്ഡേറ്റ് എന്ന് കാണിക്കത്തില്ലേ, അതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും, സൂം വർക്ക് പ്ലേസ് എന്നുണ്ടോ, ഇവിടെ പെൻഡിങ് എന്ന് കാണിച്ചിട്ട് ഇവിടെ ഒരു നീല സാധനം, ഒരു നീലയിലൊരു കളർ, ഒരു ലൈറ്റിംഗ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കളിക്കും, വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി കളിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ ക്യാൻസൽ അൺഇൻസ്റ്റാൾ എന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇത് ഈ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും, നെറ്റ്വർക്കിന് സ്പീഡ് കുറവാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 9 കണ്ടോ, സൂം വർക്ക് പ്ലേസ് കണ്ടോ, ഇവിടെ അൺഇൻസ്റ്റാളിനും ഓപ്പണും വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളത് പോയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായി, നമ്മുടെ ഫോണിലെ സൂം വർക്ക് പ്ലേസ് പുതിയ വെർഷൻ നമ്മളെ ഫോണിലേക്ക് ലോഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ അപ്ഡേറ്റഡ് വെർഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്.